ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഇന്നൊരു അടിപൊളി അച്ചാറായിട്ടാണ് ഞാൻ വന്നേക്കണത്. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം ഊറണില്ലേ? ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊരു മാങ്ങ അച്ചാറാണ്, എന്താണ് ഇതിനകത്ത് ഇത്രയും വലിയ പൊതുവാണ്. പക്ഷേ ഇത് മാങ്ങയല്ല കേട്ടോ. ഇതിനകത്ത് മാങ്ങ ഞാൻ ചേർത്തിട്ടേ ഇല്ല. മാങ്ങയെക്കാളും ഗുണവും രുചിയും ഒക്കെ ഉള്ളൊരു അച്ചാറാണ്. പറഞ്ഞ് കാട് കയറുന്നില്ല, കാണിച്ചു തരാം എന്താണെന്ന്. മനസ്സിലായോ? ഇതാണ് ജാതിക്കായ. നമ്മൾ ജാതിയുടെ ജാതിക്കുരു, ജാതിപത്രിയൊക്കെ മസാലകൾക്ക് വേണ്ടി ഉപയോഗിക്കും അല്ലേ? എന്നാൽ ജാതിയുടെ കായ വെച്ച് അച്ചാറിട്ട് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളൊരു അച്ചാറുകളിൽ ഒന്നാണിത്. ഇപ്പോൾ കാണിച്ചു തരാൻ ഞാൻ എങ്ങനെയാണ് ഇത് അച്ചാറിട്ടതെന്ന്. ഇതേ ജാതിക്കായൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് മാറ്റി, പിന്നെ അതിൻ്റെ കറുത്ത തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് ഒരു 10-15 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം നന്നായി തുടച്ചെടുത്തതിന് ശേഷം ഇത് നടുക്കൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്ത് ഈ ജാതിക്കായനെ രണ്ടാക്കി മാറ്റി വെക്കുക ആദ്യം. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കണ്ടു ജാതിക്കുരു, ജാതിപത്രിയൊക്കെ അകത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിനെയൊക്കെ ജാതിക്കുരുവിനെ സെപ്പറേറ്റ് ചെയ്യുക. ജാതിക്കുരുവിനെ സെപ്പറേറ്റ് ചെയ്ത് ജാതിപത്രിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ കളയരുത് കേട്ടോ. ജാതിക്കുരുവും ജാതിപത്രിയൊക്കെ നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ അങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ജാതിക്കായനെ ഇതുപോലെ മാങ്ങയുടെ അച്ചാറിൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്യാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന LG കായാണ്, അതാണ് ഞാനത് കാണിച്ചത്. കായപ്പൊടി ആഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മിയെടുക്കാം. അപ്പോൾ കൈവച്ച് തിരുമ്മിയെടുക്കുമ്പോൾ ഉപ്പും കായപ്പൊടിയൊക്കെ നമ്മുടെ ജാതിക്കായിലേക്ക് എല്ലായിടവും പിടിച്ചു കിട്ടും. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് എരിവിന് ആവശ്യമുള്ള മുളകാണ്. ഞാനൊരു 2 മുളകാണ് ഇവിടെ ചേർത്തത്. എനിക്ക് ആ മീഡിയം എരിവ് തന്നെ മതിയാവും. അപ്പം ഞാൻ 2 മുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഉപ്പിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് കൂട്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. നല്ലെണ്ണ, അറിയാമല്ലോ അച്ചാറിന് ഏറ്റവും നല്ല നല്ലെണ്ണ തന്നെയാണ്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. കടുക് ഫുൾ പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. കറിവേപ്പില മൂത്ത് വന്നപ്പോൾ ഇതിനകത്തേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആകണത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് എണ്ണ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് 1 ടേബിൾ സ്പൂൺ കടുക് എടുത്ത് നല്ല ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കാര്യം കടുകൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് കടുകൊക്കെ ഒന്ന് ചൂടായി ഇങ്ങനെ അതിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂടി വെച്ചതങ്ങ് മൂടി വെക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തേക്ക് ചാടിപ്പോവും. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതായത് പൗഡർ ഫോം അല്ല നമുക്ക് വേണ്ടത്, ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാനുള്ളത് കടുകിനെ. ഒന്നിൽ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നല്ല ചൂടായ കടുകായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് ചതഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് പോകാം. എണ്ണ ഇപ്പോൾ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തു. മുളക് പൊടി നന്നായിട്ട് ചൂടാക്കുക. ചെറിയ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിയാൽ മതി. മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 15 ml വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമുള്ള കായപ്പൊടി ഞാൻ കുറച്ചേറെ ചേർക്കുകയാണ്. കായത്തിൻ്റെ ടേസ്റ്റ് കാര്യം അറിയാമല്ലോ, ജാതിക്കായ്ക്ക് ഒരു കുത്തണ ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. കായം ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ പൊടിച്ച് വെച്ചേക്കണ കടുക് ചേർത്ത് കൊടുത്തു. ചതച്ച് വെച്ചേക്കണ കടുക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് നല്ല ഡ്രൈ പോലെ തോന്നും. ഇനി ഇതിനകത്തേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വിടുക. നല്ലെണ്ണ ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജാതിക്കായ, മാങ്ങ എന്നാ പെട്ടെന്ന് വായിൽ വന്നത്, ജാതിക്കായ ഉപ്പിലിട്ടത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ അച്ചാറിൻ്റെ ഏകദേശം കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തതിന് ശേഷം കൂട്ട് ചേർത്തതിന് ശേഷം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, കൂട്ട് ചേർത്തതിന് ശേഷം ഉപ്പോ പിന്നെ നമ്മുടെ കായമോ കുറവുണ്ടോ നോക്കുക കേട്ടോ. ഞാനിതെല്ലാം ചേർത്ത് വന്നപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞതുപോലെ തോന്നി. അപ്പം അത് കാരണം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് നല്ലെണ്ണ വീണ്ടും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ അച്ചാർ ആയിക്കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. ഇതേ പാടെ തന്നെ കഴിക്കാം. ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് ഇത്. ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം ഇരിക്കണം എന്നില്ല, പഴകാനിരിക്കണം എന്നില്ല. കാര്യം ജാതിക്കായിലേക്ക് പെട്ടെന്ന് ഉപ്പ് പിടിച്ച് കിട്ടും. നമ്മൾ ഈ ചേർത്ത് ഉപ്പൊക്കെ ഇപ്പോൾ ഓൾറെഡി അതിനകത്തേക്ക് നല്ല പിടിച്ച് നല്ല പാകമായിട്ടുണ്ടാവും. ഒന്ന് തണുത്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തന്നെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇത്രയും ടേസ്റ്റുള്ളൊരു അച്ചാർ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ജാതിക്കായ കിട്ടുമ്പോൾ ജാതി മരം കാണുമ്പോൾ തന്നെ ആദ്യം അച്ചാറിൻ്റെ കാര്യം മനസ്സിൽ ഓർമ്മ വരിക. ജാതിക്കായ പൊട്ടിക്കുക, ഇതുപോലെ അച്ചാറിട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വയറിന് ഏറ്റവും ഉപയോഗമുള്ള സാധനമാണ് ജാതിക്കായ.
മെഡിസിനൽ യൂസ് ഒരുപാടുണ്ട്. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. അതിനകത്ത് ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.